ഏട്ടത്തി ക്യൂടെക്സ് ഇടുക. ഞാനിവിടെ ബോറടിച്ചിരിക്കല്ലേ, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എങ്ങനെയുണ്ട്? ക്യൂടെക്സ് അല്ലേ? ക്യൂട്ടായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ പാത്തു നമ്മുടെ ബന്ധം വെച്ച് നോക്കുവാണെങ്കിൽ പാത്തു എന്റെ ഏട്ടത്തിയമ്മയാ. ഞാൻ ഏട്ടത്തിയമ്മയെന്ന് വിളിക്കട്ടെ? എന്റെ പൊന്നു വെച്ചു, നമ്മൾ തമ്മിൽ അത്ര ഏജ് ഡിഫറൻസ് ഒന്നുമില്ലല്ലോ. നിനക്ക് ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ഏട്ടത്തി എന്ന് വിളിച്ചോ, അമ്മ ചേർത്ത് വിളിക്കല്ലേ. എന്തോ ഒരു ഏജ് ഫീൽ. എനിക്കും ചേട്ടനും അമ്മയില്ലാത്തതുകൊണ്ട് എനിക്ക് ഇന്ന് വരെ അങ്ങനെ ആരെയും വിളിക്കാൻ പറ്റിയിട്ടില്ല. പണ്ട് അമ്മാവും പറയുമായിരുന്നു ചേട്ടൻ്റെ ഭാര്യ വരുമ്പോൾ എനിക്ക് അമ്മയുടെ സ്ഥാനം കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പാത്തുവിനെ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ലല്ലേ? അമ്മ അമ്മ എങ്കേ അമ്മ. ആ അയ്യോ, അത് പിച്ചക്കാരനാ, കിച്ചു അല്ല. അയ്യോ 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 മോനെ, നിനക്ക് അമ്മയായിട്ട് കാണണമെങ്കിൽ നീ അങ്ങ് കണ്ടോ. ആ അമ്മേ, നമ്മൾ കണ്ടു മാത്രമേ ഉള്ളൂ അല്ലേ അമ്മ ഇവിടെ ഒരു പണിയില്ലാണ്ടിരിക്കുന്ന? എന്താ ഒന്നും മിണ്ടാത്തെ? റിപ്ലൈ മീ. മോനെ, നീ ഏട്ടത്തി അമ്മേ എന്നൊന്ന് ചേർത്ത് വിളിക്കോ? ആ വിളിക്കാം. പിന്നെ ഏട്ടത്തിയമ്മേ, ഞാൻ ഒരു 1 lakh rupees അങ്ങ് തരട്ടെ? 1 ലക്ഷം രൂപയോ? എന്തിന്? വെറുതെ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിച്ചു കളയാം. വേണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ പോക്കറ്റ് മണിക്ക് ആയിട്ടും കൂടെ തരാം. നിനക്കത് ലോട്ടറി അടിച്ചോ? അമ്മാവൻ എന്തിനാ വിളിക്കുന്നേ? അത് നമ്മളിവിടെ ഉണ്ടോന്ന് കൺഫേം ചെയ്തതാ. ലോട്ടറി അല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ലല്ലോ. ഈ ലോട്ടറി എടുക്കുന്നതൊക്കെ പണി ചെയ്യാൻ വയ്യാത്തവരുടെ മൈൻഡ് സെറ്റാ. പിന്നെ എങ്ങനെയാ നിനക്ക് ഇത്രയും പൈസ? പൈസ വന്നിട്ടില്ല, ഈ മാസം അവസാനം എന്തായാലും വരും. അതെങ്ങനെ? ട്രേഡിങ്. ട്രേഡിങ്ങോ? ആ ഏട്ടത് കേട്ടിട്ടില്ലേ? ഓരോ കമ്പനിയുടെ ഷെയർ കയറി ഇടിഞ്ഞു ഇടിഞ്ഞു കയറി. ഓരോ കമ്പനിയുടെ ഷെയർ ഒക്കെ ഇനി നമ്മുടെ കയ്യിൽ ഇരിക്കും. ഞാൻ പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ലയോ? ഇത് എവിടെ പോയി അമ്മാവൻ എന്തിനാ വിളിക്കുന്നേ? അത് പണി ചെയ്യാൻ വയ്യാത്തോണ്ടായിരിക്കും ഒറ്റയ്ക്ക്. ഓ അല്ല, നിനക്ക് ഈ ട്രേഡിംഗ് ഒക്കെ അറിയോ? അറിയോന്നോ? എന്റെ അക്കൗണ്ടിലോട്ട് ലക്ഷങ്ങൾ അഞ്ഞ് വരാൻ പോകുന്നേ. ഞാൻ ഒരു 10,000 രൂപ ഇട്ട് തുടങ്ങിയതാ. ഇനിയിപ്പോ ലക്ഷങ്ങൾ വരും. ചേട്ടത്തിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? പൈസ കിട്ടെങ്കിൽ ഒരു കൈ നോക്കാം, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. അത് ചേട്ടനോട് ചോദിക്കണം. ചേട്ടൻ ഓഫീസ് തുടങ്ങാൻ വെച്ചേക്കുന്ന പൈസ ഉണ്ടല്ലോ, അതൊന്ന് ഇടാൻ പറയേ. ചേട്ടനെ നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ആ ചോദിച്ചോക്കാം. അപ്പൊ കൊടുകൈ, നമ്മളിനി കാശുകാരാ. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലയോ? എല്ലാരും എവിടെ പോയി ഈ കിടക്കും? അമ്മാവന് ഒരിടത്ത് ഇരിക്കത്തില്ലല്ലോ. എന്തൊരു ശല്യമാണിത്. എടാ, എന്തേലും പണിയുണ്ടോ? നീ ഒന്ന് ചെല്ല്. ഇല്ലെന്നേ, വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുന്ന ആളിങ്ങനെ വിളിക്കോ? ബാത്റൂമിൽ വെറുതെ ഇരിക്കുക. അപ്പോഴാ ഞാൻ പൂട്ടിട്ടിട്ട് വന്നേ. ഞാൻ എന്ത് പരിപാടി പ്ലാൻ ചെയ്താലും അമ്മ എവിടെയെങ്കിലും വന്ന് ഒളി നിന്ന് അത് കേൾക്കും, പൊളിക്കും. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ പൂട്ടിയിട്ടു. ഒന്ന് വരുവോ? ഒന്ന് വരുവോ? ഒന്ന് വരണേടേ. ഞാനാ കൂട്ടിയത്. ആരെങ്കിലും ഒന്ന് വരണേ. വിളിച്ചു കൂട്ടിയല്ലോ. എന്തിനാ മോളെ എന്നെ ഇതിനകത്തിട്ട് അടച്ചത്? അയ്യോ മാമ, ഞാനല്ല പൂട്ടിയെ. നീ അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ തുറന്നു കൂടായിരുന്നോ? അയ്യോ മാം, ഞാനിപ്പോ വന്നേ ഉള്ളൂ. അമ്മാവൻ വരുവോ വിളിക്കുന്ന കേട്ടപ്പോ ഞാൻ വിചാരിച്ചു വയറിന് സുഖമില്ലാത്തോണ്ടായിരിക്കുന്നു. വയറ്റിന് സുഖമല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വരുമോ എന്ന് വിളിക്കുവോ? ഇരുന്ന് മുക്കത്തല്ല ഉള്ളു. അയ്യോ അയ്യോ. 36 വർഷമായടവെൻസേ ഞാൻ പോലീസില് ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമാ. അതെ അതൊന്ന് ഊരോ? അതൊന്ന് ഊരാൻ. ആ അതല്ല ഹെഡ്സെറ്റ്. എന്താ അതമ്പോ ഞാനിപ്പോ എങ്ങനെയാ പറയാ? ശരിക്കും അച്ഛന്റെ മോനെ? അതല്ല പിന്നെ അമ്പു, ഈ ലോകം പൈസയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. അതിന് നമുക്ക് ഓടണ്ടേ? വട്ടായോ ഓടാനോ? സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ട്രേഡിംഗ് തുടങ്ങിയാലോ? അതെനിക്കും ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാ. ഞാൻ മുമ്പ് ഒന്ന് നോക്കിയതാ, പക്ഷെ നമ്മൾ ഗൈഡ് ചെയ്യാനേ കറക്റ്റ് ആളില്ലെങ്കിൽ പറ്റത്തില്ല. അറിയുന്ന ഒരാളുടെ ക്ലാസ് കിട്ടിയാലോ? ഉണ്ടെങ്കിൽ നോക്കാം. വൈ നോട്ട്? ആ ഓക്കെ. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ആണ്. അത് സാരമില്ല, നമുക്ക് അമ്മാവനോട് ചോദിക്കാം. ഇങ്ങനൊരു നല്ല കാര്യത്തിനാണെന്ന് പറയുമ്പോൾ അമ്മാവൻ തരും. അതിന് അമ്മാവൻ നമ്മുടെ ഇല്ലേ? എടി, അമ്മാവനാകുമ്പോൾ കുറച്ചുകൂടെ ഹ്യൂജ് എമൗണ്ട് ഇടും, മനസ്സിലായില്ലേ? അതാകുമ്പോൾ നമുക്കൊരു ഫാമിലി ആയിട്ട് ട്രേഡ് ചെയ്യുമ്പോഴല്ലോ പ്രോഫിറ്റ് ഇങ്ങനെ കൂടും. അപ്പൊ അമ്മാവനോടും പറയാം. ട്രേഡിങ്ങോ? അത് വേണോ?
എടാ നമ്മുടെ സുഖുവിന്റെ മോൻ ട്രേഡിങ്ങിന് പോയപ്പോഴില്ല ആരാണ്ട് വെടിവെച്ച് പോകുന്നത്. അപ്പോൾ അത് ട്രെയിനിങ്, അവൻ ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് ആരാണ്ട് അവനെ വെടിവെച്ച് വന്നത്. ഒരു ട്രെയിനിങ് പോയാലും വെടിവെച്ചു കൊണ്ടുപോകും. പിന്നെ തീവ്രവാദ സംഘടനയിൽ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ വെടിവെച്ചിട്ടുണ്ട്. അമ്മ ഒരു കാര്യം ചെയ്യും, സമാധാനമായിട്ട് ഒന്ന് ഇരുന്നാലോചിക്കും, ഇരിക്കും. ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഫോക്കസ് കിട്ടും. ഞാൻ രാവിലെ 2 മണിക്കൂറൊന്നും ഇരുന്നതാ എവിടെ? കക്കൂസിൽ. അയ്യോ, എന്ത് പറ്റി? വയറിന് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? എൻ്റെ വയറിനല്ല, ഇവിടെ ആരാണ്ടോ തലയ്ക്കാ കുഴപ്പം. ഞാൻ പൊക്കിക്കൊള്ളാം. അതൊക്കെ നമുക്ക് പൊക്കാം. ഇപ്പം നമ്മുടെ കാര്യത്തിനുള്ള പരിഹാരം പറ. മോളെ, എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ? അമ്മാവാ, എല്ലാവരും ഇപ്പൊ ഇതാ ചെയ്യുന്നത്. ആദ്യം ഒന്ന് തുടങ്ങി വെക്കാൻ കുറച്ച് പൈസ വേണം, അത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് സാധിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് തുടങ്ങാം. താങ്ക്സ് അമ്മാവാ. അല്ല മോളെ, പൈസ വെച്ചിട്ടുള്ള കളിയല്ലേ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? അതിനമ്മാവൻ പേടിക്കണ്ട, ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാൾ നമുക്ക് ക്ലാസ് എടുക്കും. അതാരാ? അതാരാ? കേച്ചു കിച്ചു. ആര്? ഞാൻ തന്നെ, KICHU, കിച്ചു. അപ്പൊ എല്ലാരും ട്രേഡിങ് ചെയ്യാൻ തയ്യാറല്ലേ? ആ, തയ്യാറാ. പാത്തു, ഇപ്പോഴാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ പേരിൽ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കാം. ഇവൻ്റെ വാക്കും കേട്ടു പോയാൽ ആ അവസരം കൂടി ഇല്ലാതാവുമേ. എനിക്ക് ട്രേഡിങ്ങിലും കിച്ചുവിലും വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ നിനക്ക് വിശ്വാസം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയത്തില്ല. കിച്ചു, നീ നിന്റെ ഐഡിയകളൊന്ന് പറഞ്ഞു കൊടുത്തേ. അതമ്മാവ, ചില ദിവസങ്ങളിൽ നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് ലാഭം ഉണ്ടാവുള്ളൂ. 1 ലക്ഷം രൂപയോ? അയ്യോ സോറി, 1150. 1150 രൂപ. എന്തിനാ? കറണ്ട് ബിൽ അടയ്ക്കാൻ. ഏകദേശം $1150, ഇന്ത്യൻ മണി 1 ലക്ഷം രൂപ. അപ്പോൾ മോനെ, നീ പറ, എങ്ങനെ ട്രേഡിങ് തുടങ്ങുന്നത്? അതിപ്പോൾ ഒരുപാട് ആപ്പുകളുണ്ട്. നമുക്ക് ഏത് ആപ്പിൽ വേണമെങ്കിലും തുടങ്ങാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഷാരൂഖിനോടൊന്ന് ചോദിക്കാം. ഷാരൂഖോ? അതാരാ മോനെ? അതെ, ഷാരൂഖ്. കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡിംഗ് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ് ഷാരൂഖ്. എൻ്റെ ഫ്രണ്ടാ. എനിക്കറിയാം ഷാരൂഖ് ഷാൽസ്, എനിക്കറിയാം. അപ്പൊ എല്ലാരും എത്ര രൂപ വെച്ചിടാനാ പ്ലാൻ? റാമ്പടി, നിന്റെ എത്ര രൂപയുണ്ട്? അത് ആദ്യമായിട്ട് ഇടുമ്പോൾ ഒരു 5000 ഇട്ടാൽ പോരെ? അപ്പോൾ നിന്റെ ഒരു 5000, എൻ്റെ ഒരു 5000, ഒരു 10000 രൂപ. കൃഷ്ണ, നമ്മുടെ ബെഡിൽ ഞാൻ കെയർലെസ് ആയിട്ട് ഒരു 2 lakhs റുപ്പീസ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് എടുത്ത് അലമാരി വെച്ചേക്കണേ. മോനെ, ഞാൻ ഒരു 50000 ഇടാം. ആ, നിങ്ങളെല്ലാവരും കൂടെ ഇരുന്നൊന്ന് ആലോചിക്കുക എത്ര രൂപ ഇടാൻ പറ്റുമെന്ന്. ഞാൻ ഷാരൂഖിനെ ഒന്ന് വിളിച്ചിട്ട് വരാം. 2 ലക്ഷം രൂപ എടുക്കാൻ കഴിവുള്ള എൻ്റെ ചെറുക്കിനെടുക്കലാണ്ടാ നിന്റെ 5000 രൂപയുടെ കണക്കൊക്കെ പറയുന്നത്. നാണമില്ലടാ നിനക്ക്? അമ്മാവ, ഞാൻ പിന്നെയും പറയുക, ഇവന്റെ കാര്യമായോണ്ട് പറയുക, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മതി. അമ്പു, റിസ്ക് എടുക്കാതെ ലൈഫിൽ ഒന്നും നടക്കത്തില്ല, കേട്ടല്ലോ. എന്റെ കൃഷ്ണൻ, ഇവൻ പറഞ്ഞ 2 ലക്ഷത്തിന്റെ കാര്യമൊക്കെ ഉള്ളതാണോ? ആ ചേട്ടാ, ആദ്യം ഞാൻ വിശ്വസിച്ചില്ല, പിന്നെ പൈസ കയറിയിട്ടാണ് ഞെട്ടിപ്പോയി. ആ പൈസയില് ഗാന്ധിജിയുടെ മുഖം തന്നെ അല്ലേ? അല്ലാതെ ഇവൻ പറഞ്ഞ പോലെ ഷാരൂഖ് ഖാന്റെ മുഖമൊന്നുമല്ലല്ലോ, കള്ളനോട്ടൊന്നുമല്ലല്ലോ. ആ ചേട്ടാ, ഒറിജിനൽ നോട്ടാ, ഞാൻ കണ്ടതാ. ഇനി എന്തോന്ന് നോക്കാൻ, 1 ലക്ഷം രൂപ എടുത്ത് വീശമ്മാവാ. ഓ പിന്നെ അല്ലാതെ. മോനെ, ഞങ്ങളെല്ലാം റെഡിയാ, നീ ഞങ്ങളത് പഠിപ്പിച്ചോടാ. അമ്മാവാ, പണമാണോ വലുത്? പണത്തിൻ്റെ കൂടെ കുറച്ച് പ്രശസ്തിയും കൂടെ കിട്ടിയാൽ പുളിക്കൂ. അതുകൊണ്ട് ട്രേഡിങ് വേണ്ട, യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കെ, ഞാൻ പോയി പ്ലാൻ പണിയിട്ട് വരാം. ഓക്കെ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പടക്കക്കടയിൽ ഇരുന്ന് ബീഡി വലിക്കുന്ന മുതലാവൻ, അവൻ്റെയൊക്കെ വാക്ക് കേട്ട് നിങ്ങൾ ഓരോന്നിനൊക്കെ ഇറങ്ങി തിരിക്കുന്നല്ലോ. അല്ലടാ, നമ്മളൊരു 1.5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ പുതിയൊരു കാര്യം തുടങ്ങുന്നു പറയുമ്പോൾ അതിലെന്തോ ഒരു കാര്യമില്ലേ? അതെ അമ്പു, കിച്ചു അങ്ങനെ ഒന്നും കാണാതെ ചെയ്തിട്ട് തന്നെയല്ല ഇപ്പൊ എല്ലാരും യൂട്യൂബ് തുടങ്ങിയല്ലേ രക്ഷപ്പെടുന്നേ. ആണ് മാവാ, ചിലരൊക്കെ ചില യൂട്യൂബേഴ്സൊക്കെ ഫോർച്യൂണർ വാങ്ങാൻ വേണ്ടി കുടുംബത്തിൽ വഴക്കുണ്ടാക്കി അത് കണ്ടനായിട്ട് ഇടുന്നു. എന്നോ റീച്ചാന്നറിയോ? നമുക്ക് നിന്നെ തല്ലുവിടാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. കണ്ടോ കണ്ടോ? എന്നാലും ഇത്രയും ദീർഘവീക്ഷണമുള്ള ഒരു ചെറുക്കൻ നമ്മുടെ കുടുംബത്തിൽ വന്ന് പിറന്നല്ലോ. നമുക്കിതങ്ങ് തുടങ്ങാൻ പോളെ. ഓ, ഞാനങ്ങ് ചാർജായി. ഒരു CA-കാരൻ്റെ വീട്ടില് മിനിമം ഒരു ഫോർച്യൂണറെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെ? അതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. എന്നാവാ, നമുക്ക് അവനോട് ഒരു കാര്യം പറയാം. എടാ കിച്ചു, എടാ നീ പറഞ്ഞോടാ, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാടാ. അതെ അതെ അതെ. അമ്മാവാ, എന്താടാ അമ്മാവാ, എന്താടാ? അമ്മാവാ, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി അതിൻ്റെ ക്രൈറ്റീരിയ ബീറ്റ് ചെയ്ത് വരുമ്പോൾ പൈസ കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. അയ്യോ,
അപ്പൊ എന്ത് ചെയ്യും നമ്മള്? നമുക്ക് പൈസ കിട്ടാനുള്ള എളുപ്പ വഴി ട്രേഡിങ്ങോ യൂട്യൂബോ ഒന്നുമല്ല, ഗാംബ്ലിംഗ് ആണ്. ബെറ്റിങ്ങോ? ആ, ചിലർ അതിന് അങ്ങനെയും പറയും. നമുക്ക് ഗാംബ്ലിംഗ് ആകുമ്പോൾ 1 ഇട്ടാൽ 2 കിട്ടും, 2 ഇട്ടാൽ 4 കിട്ടും, 10 ഇട്ടാൽ 20 കിട്ടും, അങ്ങനെ ഒരു 30 ലക്ഷം ഇട്ടാൽ 60 ലക്ഷം വരെ കിട്ടും. ഓ, അത് കൊള്ളാമല്ലോ മോനെ. എടാ അമ്പാടി, നമുക്കിപ്പോ ഇത് തന്നെ തുടങ്ങാം. വെറുതെ തുടങ്ങിയാൽ പോരാ, വലിയ എമൗണ്ട് ഇട്ട് തന്നെ തുടങ്ങണം. വലിയ എമൗണ്ടിനൊക്കെ നമ്മൾ എവിടെ പോകും മക്കളെ? തൽക്കാലം നമുക്ക് ഈ വീടിന്റെ ആധാരം എടുത്ത് പണയം വെക്കാം. അത് പറ്റത്തില്ല കേട്ടോ. അതെന്താ? ഇതിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇടണം. അത് ഞാൻ ഈ വീടും പറമ്പും ഒക്കെ പണയപ്പെടുത്തിയാണ് ഇട്ടത്. 30 lakhs rupees. അത് ലോസായി. അതിൻ്റെ ബാക്കി പൈസയാണ് ഇവിടെ ഇരിക്കുന്നത്, 2 lakhs rupees. അപ്പോൾ ഈ കടം തീർത്താലേ നമുക്ക് ഇനി നെക്സ്റ്റ് മൂവ് നടത്താൻ പറ്റുള്ളൂ. ഫസ്റ്റ് മൂവി തന്നെ കടപ്പാടം പോയി കിട്ടി. എക്സാക്ട്ലി. അമ്പാടി, എൻ്റെ പറമ്പിൻ്റെ അവിടെ പോയിട്ട് ഞാൻ 10 മിനിറ്റ് ഒന്ന് കരഞ്ഞിട്ട് വരട്ടെ. നീ വരുന്നു? നീ വരാം. അമ്മാവാ, ഞങ്ങളും വരട്ടെ? വേണ്ട, എല്ലാരും കൂടി കരഞ്ഞാലേ ഞാൻ ചത്തുപോയെന്ന് നാട്ടുകാർ വിചാരിക്കും. അമ്പാടി, വാ, ഒരു തോർത്തുകൂടി എടുത്തു.